ശുദ്ധമായ നീര ശേഖരിക്കുന്നതിനായി CPCRI വികസിപ്പിച്ചെടുത്ത കോക്കോസാബ് ചില്ലർ പരിചയപ്പെടുത്തുന്നതിനും സാങ്കേതികവിദ്യ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനും കാസർഗോഡ് ശില്പശാല സംഘടിപ്പിച്ചു. CPCRIയും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPCRI വികസിപ്പിച്ചെടുത്ത കോക്കോസാബ് ചില്ലർ ഉപയോഗിച്ച് കൽപ്പരസം എന്ന പേരിൽ പുറത്തിറക്കിയ നീര ശുദ്ധവും ആരോഗ്യദായകവുമായ കലർപ്പില്ലാത്തതും പുളിപ്പില്ലാത്തതുമാണ്. കൂടാതെ തെങ്ങിൽ നിന്നും പാനീയം ശേഖരിക്കുന്നത് മുതൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നതുവരെ ഐസ് ഉപയോഗിച്ച് തണുപ്പിച്ചാണ് വിതരണം ചെയ്യുക. ഇത് ആരോഗ്യത്തിന് ഏറെ പോഷക ഗുണമുള്ളതാണെന്നാണ് CPCRI വിദഗ്ധർ പറയുന്നത്. സ്വാഭാവികമായിട്ട് നീര കൂടുതൽ പ്രോത്സാഹിക്കപ്പെടുന്നത് ആരോഗ്യപാനീയം എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അതുപോലെ തന്നെ വിറ്റാമിനുകളുണ്ട്, ധാതുക്കളുണ്ട്. CPCRIയിൽ നീര ശേഖരിക്കുന്നതിനുള്ള ഒരു ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചെടുത്തത്. ശരാശരി 15 തെങ്ങുകൾ നീര ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കർഷകന് ഒരു മാസത്തിൽ 45,000 രൂപയും തൊഴിലാളിക്ക് 25,000 രൂപയും ലഭിക്കും. നാളികേരം വിൽക്കുന്നതിനേക്കാൾ ഏറെ ആദായകരമാണ് നീരയിൽ നിന്നും ലഭിക്കുക. ശില്പശാലയിൽ നിരവധി കർഷകർ പങ്കെടുത്തു. ജയ്ഹിന്ദ് ന്യൂസ്, കാസർഗോഡ്. നീരയുടെ ഉൽപാദനവും വാണിജ്യ സാധ്യതകളെയും കർഷകരിലേക്ക് എത്തിക്കാൻ ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ശില്പശാല ഒരുക്കിയത്. നീര ഉൽപാദനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകാനും വാണിജ്യ സാധ്യതകളെക്കുറിച്ച് അറിവ് നൽകാനുമാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് കർഷകർക്കായി നീര ശില്പശാല നടത്തിയത്. 2000-ലധികം കർഷകർ ശില്പശാലയിൽ പങ്കെടുത്തു. തെങ്ങ് കൃഷി കൂടുതൽ ആദായകരമാക്കുന്നതിന് നീര പോലെയുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് CPCRI നീര തെങ്ങിൽ നിന്നും ശേഖരിക്കുന്നതിനുള്ള പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ നീര ശേഖരിച്ച് വിപണനം നടത്തുന്നതിന് കേര കർഷകരുടെ ഉൽപ്പാദക സംഘങ്ങൾക്കും ഫെഡറേഷനുകൾക്കൊക്കെ ഈ സാങ്കേതികവിദ്യ കൈമാറുന്നതിനുള്ള ക്രമീകരണങ്ങൾ CPCRI ചെയ്തിട്ടുണ്ട്. തെങ്ങിൻ കുരയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ശുദ്ധവും ആരോഗ്യദായകവുമായ നീര കലർപ്പില്ലാത്തതും പുളിക്കാത്തതുമായ പാനീയമാണെന്ന് വിദഗ്ധർ പറഞ്ഞു. 15 തെങ്ങുകൾ നീര ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു മാസം 65,000 രൂപയും തൊഴിലാളികൾക്ക് 30,000 രൂപയും സമ്പാദിക്കാൻ സാധിക്കുമെന്നും വിദഗ്ധർ വ്യക്തമാക്കി. നാളികേരം വിൽക്കുന്നതിനേക്കാൾ ഏറെ ആദായമായിരിക്കും നീരയിലൂടെ കർഷകർക്ക് സാധ്യമാവുക. KV ബൈജു, സൂര്യ ന്യൂസ്, കാസർഗോഡ്. ബജറ്റിൽ നീരയ്ക്ക് നൽകിയ പ്രോത്സാഹനത്തിൽ സന്തുഷ്ടരാണ് മലബാറിലെ കേര കർഷകർ. 30 കോടി രൂപയും പൊതുചടങ്ങുകളിൽ നീര വിതരണം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനവുമാണ് നീര ഉൽപാദകർക്കുള്ള പ്രധാന ആകർഷണം. വെളിച്ചെണ്ണയ്ക്ക് നികുതി ചുമത്തിയതിന്റെ ഗുണം നാളികേര കർഷകർക്ക് കിട്ടില്ല. എന്നാൽ കൃഷിവകുപ്പിന് അനുവദിച്ച 45 കോടിയടക്കം 75 കോടി രൂപയുടെ സഹായമാണ് KM മാണി ബജറ്റിൽ നാളികേര മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ നീര ഉൽപാദനത്തിന് മാത്രം 30 കോടിയാണ് നൽകുന്നത്. കൊച്ചിയിലെ നാളികേര വികസന ബോർഡ് വഴി നീര ടെക്നീഷ്യന്മാർക്ക് പരിശീലനം നൽകും. ഒരാൾക്ക് 10,000 രൂപയാണ് ഈ ഇനത്തിൽ സബ്സിഡി അനുവദിക്കുക. ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് പുതിയ ടെക്നീഷ്യന്മാർ രംഗത്തേക്ക് വരികയും വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നടക്കുന്നുണ്ട്. അവരൊക്കെ ഈ മേഖലയിലേക്ക് വരുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി, ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയും കേര കർഷകർക്ക് വേണ്ടിയും ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു സംഖ്യ മാറ്റിവെച്ചതിലും സന്തോഷമുണ്ട്. നീര ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊതുചടങ്ങുകളിലും സർക്കാർ മന്ദിരങ്ങളിലും പാക്ക് ചെയ്ത നീര ലഭ്യമാക്കും. ഇതിനായി മാത്രം 10 കോടി രൂപ നീക്കിവെക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഓരോ നാളികേര ഉൽപ്പാദന കമ്പനിക്കും കെട്ടിടത്തിനും യന്ത്രത്തിനുമായി ചിലവിന്റെ 25% നൽകും. പരമാവധി 50 ലക്ഷം രൂപയാണ് ഇങ്ങനെ നൽകുക. ഇതിനായി 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കേര കർഷകർക്ക് ഉൽപ്പാദന കമ്പനികൾ തുടങ്ങാനായി 25% മൂലധന സഹായം നൽകും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മുഖേനയാണ് ഇതിനുള്ള വായ്പ അനുവദിക്കുക. നിലവിൽ നാളികേര വില ഉയർന്നു നിൽക്കുന്നതിനാൽ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനമുണ്ടായിട്ടില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നയവും മറ്റും നാളികേര വിലയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ അതിന് പരിഹാരമാകുന്ന നിർദ്ദേശങ്ങളൊന്നും ബജറ്റിലില്ല. നീര ഉൽപാദനത്തിന് കഴിഞ്ഞ ബജറ്റിൽ വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും നടപ്പാക്കിയില്ലെന്നും പരാതിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.